പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യതിരുനാമം ഈ പ്രഭാതത്തിൽ വീണ്ടും മഹിമപ്പെടുമാറാകട്ടെ. ഒരു രാത്രി കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ വരണ്ട മരുഭൂമിക്കകത്ത് നിർജ്ജന പ്രദേശത്ത് ഒയാസിസ്, ആ നീരുറവ ജലതടാകം, നീതിസൂര്യൻ്റെ തഴുകല് കിരണങ്ങൾ ആസ്വദിച്ചുകൊണ്ട് എഴുന്നേറ്റ് വന്ന് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഇന്നത്തെ ദിവസത്തെ മുഴുവൻ കാര്യങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഒരുമിച്ച് പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ ഇന്നത്തെ വേദവചന ധ്യാനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. യെശയ്യാ പ്രവാചന പുസ്തകം 35-ാമത്തെ അധ്യായം, അതിൻ്റെ 1-2 വാക്യങ്ങൾ. ഐസിയ ചാപ്റ്റർ 35 വേഴ്സ് 1 and 2. മരുഭൂമിയും വരണ്ട നിലവും ആനന്ദിക്കും, നിർജ്ജന പ്രദേശം ഉല്ലസിച്ച് പനിനീർ പുഷ്പം പോലെ പൂക്കും. അത് മനോഹരമായി പൂത്ത് ഉല്ലാസത്തോടും ഘോഷത്തോടും കൂടെ ഉല്ലസിക്കും. ലെബാനോന്റെ മഹത്വവും കർമ്മേലിന്റെയും ശാരോന്റെയും ശോഭയും അതിന് കൊടുക്കപ്പെടും. അവർ യഹോവയുടെ മഹത്വവും നമ്മുടെ ദൈവത്തിന്റെ തേജസ്സും കാണും. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ദൈവജനത്തിനായി കർത്താവിനോട് നന്ദി പറയുന്നു. ഒരു ചേഞ്ച്, ഒരു മാറ്റം, ഇതാണ് ഇവിടുത്തെ ഒരു പ്രതിപാദ്യ വിഷയം. യെശയ്യാ പ്രവാചക പുസ്തകം 35-ാമത്തെ ടോട്ടലി അവിടുത്തെ ഒരു മിക്സഡ് ആണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം മുഴുവൻ മിക്സഡ് ആണ്. ദൈവത്തിനുള്ള ശിക്ഷയും ദൈവത്തിൽ നിന്ന് അകന്നുപോയവർക്കുള്ള ശിക്ഷയും, അപ്പോൾ തന്നെ മടങ്ങി വരുമ്പോഴുള്ള കരുതലും, മടങ്ങി വരുമ്പോഴുള്ള വിടുതലും, മറ്റുള്ളവരെ മറ്റു ഞെരുക്കുന്നവരെ ദൈവം തമ്പുരാൻ ശിക്ഷിക്കുന്നതും എല്ലാം അടങ്ങിയിരിക്കുന്ന പുസ്തകമാണ് യെശയ്യാ പ്രവാചക പുസ്തകം. അപ്പോൾ തന്നെ ഇതിനകത്ത് മശിഹയെക്കുറിച്ചുള്ള വെളിപ്പാടുകളും ഒരു പ്രതീക്ഷയും പ്രത്യാശയും ഹോപ്പ് തരുന്ന വചനങ്ങൾ, വരാനിരിക്കുന്ന മശിഹയെ നോക്കി പാർക്കുമ്പോൾ അത് അടുത്തു വരുന്നു എന്ന് ഓർപ്പിക്കുന്ന വചനങ്ങളും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നു. ഇതിനകത്ത് ഈ വായിച്ച 35-ാമത്തെ അധ്യായത്തിന്റെ വാക്യങ്ങളിൽ ഇവിടെ ഒരു ചേഞ്ച് ആണ് പറയുന്നത്. ചേഞ്ച് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഒരു ചേഞ്ച്, ഒരു വ്യത്യാസം, ഒരു ട്രാൻസ്ഫോർമേഷൻ, ഒരു മാറ്റം, ഒരു വ്യക്തിക്കൊരു മാറ്റം, കുടുംബത്തിനൊരു മാറ്റം, സ്ഥലത്തിനൊരു മാറ്റം, അത് രാജ്യത്തിനൊരു മാറ്റം, ഒരു മാറ്റമാണ് ഇവിടുത്തെ കാര്യമെന്ന് പറയുന്നത്. ഇന്ന് ഉള്ള അവസ്ഥയിൽ നിന്ന്, ഇന്നത്തെ സാഹചര്യത്തിൽ നിന്ന് ഒരു മാറ്റമുണ്ടാകുമെന്ന് ഈ പ്രവാചകൻ, യെശയ്യാ പ്രവാചകൻ ആത്മാവില് ദൈവജനത്തെ ആ കാലഘട്ടത്തിൽ ഇസ്രായേലാകുന്ന ദൈവജനത്തെ നോക്കി വിളിച്ചു പറയുമ്പോൾ, ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ നിനക്ക് ഒരു മാറ്റമുണ്ടാകുമെന്നുള്ള, നിനക്ക് ഒരു വ്യത്യാസം ഉണ്ടാകുമെന്നുള്ള ഉറച്ച ഒരു കാൽവെപ്പ് ദൈവവചനമായി അത് ഏറ്റെടുക്കട്ടെ. ആ വചനത്തിന്റെ ഒന്ന് അതിന്റെ തലനാരിഴ കീറി നമുക്കൊന്ന് പരിശോധിക്കുമ്പോൾ ആദ്യത്തെ വചനം കാണാം, മരുഭൂമി. അതിൻ്റെ കൂടി എഴുതിയിരിക്കുന്ന വാക്ക് വരണ്ട നിലം. ഏകദേശം വാക്കുകൾ ഒന്നാണെങ്കിലും മരുഭൂമി ഇച്ചിരൂടെ കൂടുതലും, ഒരിക്കലും വെള്ളം കിട്ടാത്തതും, വരണ്ട നിലം ഏതോ കാലഘട്ടം കൊണ്ട് വരണ്ട നിലമായി മാറിപ്പോയതാ. അവിടെ വെള്ളം ഉണ്ടായിരുന്ന സ്ഥലം വരണ്ട നിലമായി. ഒന്നുകൂടെ പറയാം, മരുഭൂമി സ്ഥിരമായിട്ട് വെള്ളം കിട്ടാത്ത സ്ഥലം, ഒരിക്കലും വെള്ളം കണ്ടിട്ടില്ലാത്ത സ്ഥലം. എന്നാൽ വരണ്ട നിലം എന്ന് പറയുന്നത് നേരത്തെ എപ്പോഴൊക്കെയോ കൃഷി നടന്നിരുന്ന, അവിടെ വെള്ളം ഉണ്ടായിരുന്ന സ്ഥലം, കാലഘട്ടത്തിന്റെ വ്യതിയാനത്തിനുള്ളിൽ, കാലത്തിന്റെ മാറ്റത്തിനുള്ളിൽ ഇത് വരണ്ട നിലമായി സാഹചര്യങ്ങൾ കൊണ്ട് ആക്കപ്പെട്ടതാണ് വരണ്ട നിലം. അപ്പോ ആ ബേസിക്കലി ട്രഡീഷണൽ ആയിട്ടുള്ള, ആ പരമ്പരാഗതമായിട്ടുള്ള മരുഭൂമിയും വരണ്ട നിലവും, ആ രണ്ട് സ്ഥലത്തിന്റെയും പേര് മാറ്റി അത് ആദ്യം പറയുന്നു, അത് ആനന്ദിക്കുമെന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ചേഞ്ച് വരാൻ പോകുന്നു. വരണ്ട നിലത്തിന് ഒരു ചേഞ്ച് വരുന്നു, മരുഭൂമിക്ക് ഒരു ചേഞ്ച് വരുന്നു. അത് അടുത്ത വാക്യം പറയുന്നു. അടുത്ത വാക്യത്തിനകത്ത് താഴോട്ട് എഴുതിയിട്ടുണ്ട്, നിർജ്ജന പ്രദേശം ഉല്ലസിച്ച് പനിനീർ പുഷ്പം പോലെ പൂക്കും. നിർജ്ജന പ്രദേശം എന്ന് പറയുമ്പോൾ ജനം നിബിഡമല്ലാത്ത, ജനങ്ങളില്ലാത്ത, ജനവാസമില്ലാത്ത ഏരിയ. അവിടെ മരങ്ങളില്ല, വൃക്ഷങ്ങളില്ല, ജീവജാലങ്ങളില്ല. അതുകൊണ്ടാണ് നിർജ്ജന പ്രദേശം, ജനമില്ലാത്ത ഏരിയ. നിർജ്ജന പ്രദേശം അത് ഉല്ലസിച്ച് പനിനീർ പുഷ്പം പോലെ പൂക്കും. ഒന്നുമില്ലാത്ത ഇടത്ത് അത് പനിനീർ പുഷ്പം പോലെ പൂക്കും. അപ്പൊ ഈ 3 കാര്യങ്ങൾ, 1 മരുഭൂമി, 2 വരണ്ട നിലം, 3 നിർജ്ജന പ്രദേശം, ജനങ്ങളില്ലാത്ത സ്ഥലം, ഇത് പൂക്കും. ആ മനോഹരമായി പൂത്ത് ഉല്ലാസത്തോടും ഘോഷത്തോടും കൂടി ഉല്ലസിക്കും. അത് ഇനി ഈ 3 സ്ഥലങ്ങളുടെ പേര് മാറ്റുകയാണ്. മരുഭൂമി, വരണ്ട നിലം, നിർജ്ജന പ്രദേശം.
ഈ നിർജ്ജന പ്രദേശം പനിനീർ പുഷ്പം പോലെയാകും. മരുഭൂമിയും വരണ്ട നിലവും ലെബാനോനിന്റെയും കർമ്മേലിന്റെയും ഷാരോന്റെയും ശോഭ നൽകപ്പെടും. ഈ 3 സ്ഥലങ്ങൾ പറയാൻ കാര്യം, ലെബാനോനിലെ ദേവദാരു, അങ്ങനെ ഒരു പ്രയോഗം അന്നത്തെ പാലസ്തീനിലുണ്ട്. കാരണം ഈ ലെബാനോനിലെ ദേവദാരു കൊട്ടാരങ്ങൾ ഉണ്ടാക്കാൻ, ശലോമോൻ കൊട്ടാരം ഉണ്ടാക്കാൻ ഉപയോഗിച്ച ലെബാനോനിലെ ദേവദാരു ഉണ്ട്. അത്തരം വിശേഷപ്പെട്ട മരങ്ങളുള്ള വിശേഷപ്പെട്ട ഇടമാണ് ലെബാനോൻ. അപ്പൊ ചിന്തിക്കണം, മരുഭൂമിയും വരണ്ട നിലവും നിർജ്ജന പ്രദേശവും പേര് മാറ്റുമ്പോൾ അതിന്റെ പേര് ലെബാനോനും കർമ്മേലും ഷാരോന്റെ ശോഭയും നൽകപ്പെടും. ഒരൊറ്റ വാക്കിൽ ആലങ്കാരിക ഭാഷയിൽ ഇവിടെ പറഞ്ഞിരിക്കുമ്പോ അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? നിന്റെ സാഹചര്യത്തിനകത്ത് എത്ര വരണ്ടുണങ്ങി ഡ്രൈ ആയി ഇനി ഒരിക്കലും പുറത്തേക്ക് വരത്തില്ലെന്ന് വിചാരിച്ച് എല്ലാവരും വിധി എഴുതി, മരുഭൂമി പരമ്പരാഗതമായിട്ട് അങ്ങനെയാണ്, ഒരു മാറ്റം ഉണ്ടാകത്തില്ലെന്ന് വിചാരിക്കുമ്പോൾ വരണ്ട നില കാലത്തിന്റെ സാഹചര്യത്തിൽ എപ്പോഴോ പെട്ടുപോയി വരണ്ട നിലമായി പോയി, ഇനിയത് ഒരിക്കലും മാറ്റം ഉണ്ടാകത്തില്ലെന്ന് വിചാരിക്കുമ്പോ നിർജ്ജന പ്രദേശം ജനനിബിഡമായിരുന്ന സ്ഥലം ഇനി ജനവാസ യോഗ്യമല്ലാതായി മാറിപ്പോയി എന്ന് വിചാരിക്കുമ്പോ ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ ഓർത്തുകൊള്ളുക, ദൈവം ഇതിനെ മാറ്റുകയാണ്. വിശേഷപ്പെട്ട ലെബാനോനും വിശേഷപ്പെട്ട കർമ്മേലും വിശേഷപ്പെട്ട ഷാരോനുമാക്കി തമ്പുരാൻ അതിനെ മാറ്റുകയാ. ഹല്ലേലൂയ. ദൈവം തമ്പുരാൻ ഒറ്റ വാക്കി പറഞ്ഞ തമ്പുരാൻ നിനക്കൊരു മാറ്റം തരാൻ പോകുന്നു. കർത്താവിലേക്ക് മടങ്ങി വരുന്ന നിനക്ക്, ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുന്ന നിനക്ക് ദൈവം തമ്പുരാൻ ഒരു മാറ്റം തരുന്നു. അതിന് ഷാരോന്റെ ശോഭ അതിന് കൊടുക്കപ്പെടും. യഹോവയുടെ മഹത്വവും നമ്മുടെ ദൈവത്തിന്റെ തേജസ്സുമാകും. പുകഴാതിരിക്കാൻ, പ്രശംസിക്കാതിരിക്കാൻ ദൈവത്തിന്റെ മഹത്വം ഈ മരുഭൂമിക്കകത്തിറങ്ങി വരും. ദൈവത്തിന്റെ മഹത്വം വരണ്ട നിലത്തിറങ്ങി വരും. ദൈവത്തിന്റെ മഹത്വം നീ ആയിരിക്കുന്ന ഒറ്റപ്പെട്ടു എന്ന് പറയുന്ന നിർജ്ജന പ്രദേശത്ത് ഇറങ്ങി വരും. വീണ്ടും ഇതിനെ ജീവിപ്പിക്കും. ഈ വചനത്തിന്റെ അകത്തേക്ക് വരുമ്പോ പേര് മാറ്റുന്ന, സാഹചര്യം മാറ്റുന്ന, നിന്റെ പേര് മാറ്റുന്ന, നിന്റെ കുടുംബത്തിന്റെ പേര് മാറ്റുന്ന, നിന്റെ ആ ഇരിക്കുന്ന സ്ഥലത്തിന്റെ പേര് മാറ്റി ഒന്നുമില്ലാത്തതിനെ, ശൂന്യതയിലിരിക്കുന്നതിനെ നിറയ്ക്കുന്ന നിറവ് ഇതിനകത്ത് അനുഭവിക്കുന്ന ഒരു സന്ദേശം. ഹല്ലേലൂയ. എബേസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ അറിയാം. ദൈവം അവന്റെ പേര് മാറ്റി. അവന്റെ പേര് അപ്പനും അമ്മയും ഇട്ടത് വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് എബേസ് എന്നാ പേരിട്ടത്. എന്നാൽ തിരുവചനം പറഞ്ഞു, എബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അതിന്റെ ഹെഡിങ്ങിൽ ഒരു പേര് പറയുന്നുണ്ട്, സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യൻ. നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരും ചാർച്ചക്കാരും വിളിച്ച പേരെ കരച്ചിലിന്റെ പുത്രൻ, വ്യസനപുത്രൻ എന്ന് പറഞ്ഞ എബേസ് എന്ന് പേരിട്ടു, അമ്മയും അപ്പനും പോലും. പക്ഷെ തമ്പുരാന് പേര് മാറ്റിയിട്ട് അവനൊരു പേരിട്ടു, ഏറ്റവും മാന്യൻ, സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യൻ. ദൈവജനമേ, ഈ വചനത്തിന്റെ ആഴമെന്ന് മനസ്സിലാക്കിക്കേ. നിന്റെ പേര് മാറ്റുന്ന യഹോവ. ലൂസ് എന്ന പട്ടണത്തിൽ അന്ന് വരെ ആ ലൂസ് എന്നറിയപ്പെട്ട ആർക്കും വേണ്ടാത്ത കിടന്ന നിർജ്ജന പ്രദേശത്ത് ഒരിക്കൽ യാക്കോബ് എന്ന് പറയുന്ന അതേ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുന്നു ഒരുവൻ വന്ന് കിടന്നുറങ്ങി. തലയണ പോലും ഇല്ലാതെ, ഒന്നുമില്ലായ്മയില്ല, കല്ലെടുത്ത് തലേണയായിട്ട് വെച്ചിട്ട് അവിടെ ഉറങ്ങി. രാവിലെ എഴുന്നേറ്റപ്പം ആ സ്ഥലത്തിന്റെ പേര് മാറ്റി, അവന്റെ പേര് മാറി. പിന്നത്തേതിൽ അവന്റെ പേര് മാറി, യാക്കോബ് ഇസ്രായേലായി മാറി. ആ സ്ഥലത്തിന്റെ പേര് മാറി. ലൂസ് എന്നത് ബേഥേലായി ദൈവത്തിന്റെ മുഖമായി മാറി. ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ വിശ്വസിച്ചേ, മരുഭൂമിയും വരണ്ട നിലവും ആർക്കും വേണ്ടാത്ത, ജനവാസ യോഗ്യമല്ലാത്ത നിർജ്ജന പ്രദേശവും പേരുമാറുക. വിശേഷപ്പെട്ട ദേവദാരു വിരിയുന്ന, വിശേഷപ്പെട്ട പനിനീർ പുഷ്പമുള്ള ഷാരോനാകുന്ന, വിശേഷപ്പെട്ട കർമ്മേലാകുന്ന ആ ദേശത്തിന്റെ പേര് മാറുന്നു. കുടുംബത്തിന്റെ പേര് മാറ്റുന്നു. സാഹചര്യങ്ങൾ മാറ്റുന്നു. അവസ്ഥകൾക്ക് തമ്പുരാൻ മാറ്റം വരുത്തുന്നു. ഹല്ലേലൂയ. ഒന്ന് വിശ്വസിച്ചോ കുഞ്ഞേ, നീ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിക്കോ. മനുഷ്യരിൽ ആശ്രയിക്കുന്നവർ അതേ ലജ്ജിച്ചു പോകും. എന്നാൽ യഹോവയിൽ ആശ്രയിക്കുന്നവരോ എന്നേക്കും കുലുങ്ങാതെ എന്നേക്കും നിലനിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയായിത്തീരുന്നു. ഹല്ലേലൂയ. കുലുങ്ങാതെ എന്നേക്കും നിലനിൽക്കുന്ന സിയോൻ. അത് യഹോവയിൽ ആശ്രയിക്കുന്നവരാ. യഹോവയിലേക്കൊന്ന് ആശ്രയിക്കുകയും അവനിൽ തന്നെ ആശ്രയിക്കുകയും ചെയ്ത മനുഷ്യൻ ഭാഗ്യവാൻ. ആശ്രയിച്ചു, കർത്താവ് കൈവിടാതെ നിന്റെ കരത്തെ പിടിക്കും. ആശ്രയിച്ചാൽ ഉപേക്ഷിക്കാത്ത ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. നിന്നെ കൈവിടാതെ മാറോട് ചേർക്കുന്നവൻ. ഹല്ലേലൂയ.
കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ജനത്തിനായി ചേർന്ന് അങ്ങ് തന്നിരിക്കുന്ന അഭിഷിക്ത അധികാരത്താൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സന്ദേശം കേൾക്കുന്നവരെ, എന്റെ സഭയിലെ വാത്സല്യ പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥന കൂട്ടായ്മയിലെ പോരാളികളെ, ഈ സന്ദേശം കേൾക്കുന്ന സകലവരെയും അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പേരുമാറ്റുന്ന ദൈവം, സാഹചര്യങ്ങൾ അവസ്ഥകളെ മാറ്റുന്ന ദൈവം ജനത്തോട് കൂടിയിരിക്കുകയും അതിന് മാറ്റം വരുത്തുകയും ചെയ്യുന്നതിനായി നന്ദി പറയുന്നു. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ജനത്തെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അദൃശ്യമായ ദൈവ സാന്നിധ്യം കൊണ്ട് ജനത്തെ നിറയ്ക്കുന്ന കർത്താവേ, ആത്മാവിൽ അവരെ അനുഗ്രഹിക്കുന്നു. അവസ്ഥകളെ, സാഹചര്യങ്ങളെ മാറ്റുന്ന ദൈവം കൂടെ ഇരിക്കുന്നതിനായി നന്ദി. അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. യഹോവ കൂടെ ഇരിക്കുന്നു. തൃക്കരങ്ങളെ സമർപ്പിക്കുന്നു. പ്രാർത്ഥനയുടെ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. കർത്താവ് നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദൈവ സാന്നിധ്യത്തിൽ മറയാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.